നമസ്കാരം. നമ്മുടെ കൂടെ ഇന്നുള്ളത് പ്രശസ്ത ഓൺകോളജിസ്റ്റ് ഡോക്ടർ ജോജോ വി ജോസഫ് സാറാണ്. ഒരുപാട് പേരെ ക്യാൻസറിൽ നിന്ന് രക്ഷിച്ച് ഒരുപാട് പേരുടെ ജീവിതത്തിന് പുതിയ അർത്ഥം പകർന്നു നൽകിയ പ്രശസ്തനായിട്ടുള്ള സർജൻ, ജീവകാരുണ്യ പ്രവർത്തകൻ, എഴുത്തുകാരൻ, അങ്ങനെയൊക്കെ സാറിനെ പറ്റി പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ പിങ്ക് ഒക്ടോബറിൻ്റെ ഭാഗമായിട്ട് എന്തായാലും സാറിനെ ഞങ്ങളിങ്ങനെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ സാർ, അപ്പോൾ ഈ എല്ലാ ക്യാൻസറിൻ്റെ കൂടെയും കുറേ തെറ്റുകളും തെറ്റിദ്ധാരണകളും കൂടെ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ സാറിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പടരും, മറ്റേ ബ്രസ്റ്റിലോട്ടാകും, ആകമാനം പ്രശ്നങ്ങളാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സാറിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അത് വളരെ ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ബയോപ്സി എടുക്കുന്നത് ഒരിക്കലും ക്യാൻസർ പടരാൻ കാരണമാക്കുന്നില്ല. പിന്നെ ആൾക്കാർക്ക് ഈ തെറ്റിദ്ധാരണ വരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഉള്ളവരൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ സിംറ്റം ആയിട്ട് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണത്തില്ല, ചെറിയൊരു ലംബായിരിക്കും. അപ്പോൾ ഇത് ബയോപ്സി എടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ഭാഗം പെട്ടെന്ന് വേദന എടുക്കാൻ തുടങ്ങും, ഒരു റെഡ്നെസ് വരും, അല്ലെങ്കിൽ ചുറ്റും ഹെമറ്റോമ പോലെ വന്നിട്ട് ഒരു ചെറിയ നീര് വെക്കും. അപ്പം ആൾക്കാർ തെറ്റിദ്ധരിക്കും, അയ്യോ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, അവിടെ പോയി ആ ബയോപ്സി എടുക്കാനൊന്ന് കുത്തി, അപ്പം തന്നെ ഇതെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിച്ചെതറിപ്പോയി എന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതാണ്. ഒരു പ്രോപ്പർ ബയോപ്സി എടുക്കുന്നത് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാനായിട്ട്, ക്യാൻസറിൻ്റെ സബ് ടൈപ്പ് അറിയാനായിട്ട്, പ്രോപ്പർ ചികിത്സ പ്ലാൻ ചെയ്യാനായിട്ടൊക്കെ വളരെ അത്യാവശ്യമാണ്, വളരെ സേഫുമാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറിയല്ലോ. ഒരിക്കലും ബയോപ്സി ദോഷകരമായ രീതിയിൽ ബ്രസ്റ്റിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഡോക്ടറോട് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് ഇത് ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു കാരണമാകുന്നു എന്ന് കേൾക്കാറുണ്ട്. അതും ഒരു കോമൺ ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. പ്രധാനമായിട്ടും ടൈറ്റ് അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ ഉള്ളത് വയേർഡ് ബ്ര, ഇത് രണ്ടും ധരിക്കുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസറിന് കാരണം എന്ന് പറയാനുണ്ട്. ഇത് 1995 ഡ്രസ് ടു കിൽ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറങ്ങി അമേരിക്കയിൽ. ആ ബുക്കിൻ്റെ അകത്ത് അവതരിപ്പിച്ച ഒരു തെറ്റിദ്ധാരണകരമായ ഒരു സ്യൂഡോ സയൻസ് പ്രിൻസിപ്പിളാണിത്. അതായത് അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് അണ്ടർ ഗാർമെൻറ്റ്സ് വയേർഡ് ബ്രായിട്ട് കഴിയുമ്പോഴത്തേക്കും ബ്രസ്റ്റിൽ നിന്നുള്ള ലിംഫാറ്റിക്സ് ഒക്കെ ബ്ലോക്ക് ആകും. അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഉള്ള ടോക്സിൻസ് എല്ലാം കൂടെ അവിടെ കിടക്കും, അത് പിന്നെ ക്യാൻസർ ആയിട്ട് മാറുമെന്നാണ് ഇവർ പറഞ്ഞു വരുത്തിയത്. അപ്പോൾ ഈ ബുക്ക് ഭയങ്കര ബെസ്റ്റ് സെല്ലറായിരുന്നു, ഡ്രസ് ടു കിൽ എന്ന് പറഞ്ഞ ബുക്ക്. നമ്മൾ ഗൂഗിൾ നോക്കിയാൽ കാണാൻ പറ്റും ബുക്ക്. അപ്പോൾ ആ ആൾക്കാർക്ക് ധാരാളം തെറ്റിദ്ധാരണ ഉണ്ടായി. അതേ തുടർന്ന് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി വിശദമായ പഠനങ്ങൾ നടത്തി. എന്നിട്ട് അവർ ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞു, ഇത് വെറും സ്യൂഡോ സയൻസ് ആണ്, ഇതിന് യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ല, ഇത് വെറും അവരുടെ ഓരോ തെറ്റിദ്ധാരണ ജനിപ്പിക്കാനുള്ള പറച്ചിൽ മാത്രമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കാം. ഒരു രീതിയിലും ഇതൊന്നും ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല. ഓക്കെ, ഇപ്പോഴും ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ ബുക്ക് ഇടയ്ക്കിടയ്ക്ക് ബെസ്റ്റൽ ബുക്കായിരുന്നല്ലോ, അത് 1995 അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ബുക്ക് വീണ്ടും പൊങ്ങി വരും. അപ്പോൾ ഈ മെസ്സേജ് എല്ലാവരും കേൾക്കും, അത് വീണ്ടും സോഷ്യൽ മീഡിയ ആയിട്ട് പ്രചരിക്കും. അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും സാർ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചില സ്പ്രേ ഡിയോഡറൻ്റ് ഒക്കെ ഇടുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം നമുക്ക് അതുമൂലം ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും ആൾക്കാരുടെ ഇടയ്ക്കുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഡിയോഡറൻറ്റ് അല്ലെങ്കിൽ ആൻറ്റിപാസ്പിരിൻ ഉപയോഗിക്കുന്ന ആംബിറ്റിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള അവയവമാണ് ബ്രസ്റ്റ്. അപ്പോൾ അവിടെ നേരെ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വരും, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി എന്താണ് ഈ ആൻറ്റിപാസ്പിരിൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം മനസ്സിലാവും ഇത് ഞാൻ തന്നെ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തെറ്റാണെന്ന്. കാരണം അതിൻ്റെ രണ്ട് കമ്പണൻ്റ് ആണുള്ളത്. ഒന്ന് ആൻറ്റിപാസ്പിരൻറ്റ്, അതായത് വിയർപ്പ് നാശിനി. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിയർപ്പ് ഗ്രന്ഥികൾ അടച്ചു കളയും ടെമ്പററി ആയിട്ട്. അതിന് അലൂമിനിയത്തിൻ്റെ ചില ഡെറിവേറ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് പോയി അവിടെ അടഞ്ഞിരിക്കും. നമ്മൾ കുളിക്കുമ്പോൾ അത് പോകും, അത് വീണ്ടും ആ വിയർപ്പ് ഗ്രന്ഥി തുറക്കും. അതാണ് ആൻറ്റിപാസ്പിരൻറ്റ്. പിന്നെ ഡിയോഡറൻറ്റ്, അതായത് നമ്മുടെ ഈ മണം വരാതിരിക്കാൻ വേണ്ടി. നമുക്ക് വിയർപ്പിനോട് ദുർഗന്ധം വരുന്നത് എങ്ങനെയാണ്, അവിടെ ഈ ചില ബാക്ടീരിയകൾ കോളനൈസ് ചെയ്തിട്ട് അവിടുന്ന് അത് മൾട്ടിപ്ലൈ ചെയ്ത് ഈ സെൽ പ്രോഡക്ട്സ് എല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്ക് മണം വരുന്നത്. അപ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ ആൻറ്റിസെപ്റ്റിക് പോലത്തെ ഒരു സൊല്യൂഷൻ. ഇത് രണ്ടും ഈ നമ്മുടെ ഡിയോഡറൻ്റ് എന്ന് പറയുന്ന ഈ നമ്മുടെ സ്റ്റിക്കായാലും സ്പ്രേയിലും ഒക്കെ ഉള്ളൂ. അപ്പോൾ അത് ഒരു രീതിയിൽ നമുക്ക് ഒരു അസുഖം ഉണ്ടാക്കുന്നില്ല, യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ബ്രസ്റ്റ് ക്യാൻസറും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഉള്ള ഒരു ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ഈ അലുമിനിയം കോമ്പൗണ്ട് ഉണ്ടല്ലോ, അലുമിനിയം നമ്മുടെ ബ്രസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നത് അതും വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. വളരെ സേഫാണ്. നിങ്ങളുടെ ആ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ഡിയോഡറൻറ്റ് ധൈര്യമായിട്ട് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും ഈ പിങ്ക് ഒക്ടോബർ ആവുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മിഥ്യാധാരണകളെ തിരുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് ഈ കൊല്ലം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ബ്രസ്റ്റിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആളുകൾ, ചില നാട്ടിലെ മുറിവൈദ്യന്മാരെന്നൊക്കെ പറയാറില്ലേ, അവർ പറയാം ഉറപ്പായിട്ടും അടുത്ത ബ്രസ്റ്റിലുണ്ടാകും. അല്ലെങ്കിൽ നാട്ടിൽ പ്രത്യേകിച്ച് രോഗകാരണങ്ങൾ കണ്ടെത്തി സംസാരിക്കുന്ന കുറച്ച് വിദഗ്ധന്മാരുണ്ടല്ലോ, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അവിടെ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നോക്കാതിരുന്നു, അടുത്ത ബ്രസ്റ്റിനും ബാധിച്ചു. ഇതിനൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ് ഡോക്ടർ ഉള്ളത്? അത് ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഏത് അഫക്റ്റഡ് ബ്രസ്റ്റാണോ നമ്മൾ
കൺസിഡർ ചെയ്യുന്ന ആ ബ്രസ്റ്റിന് മാത്രമേ നമ്മൾ ചികിത്സ കൊടുക്കുക അല്ലെങ്കിൽ സർജറി ചെയ്യുന്നുള്ളൂ. ഓപ്പോസിറ്റ് ബ്രസ്റ്റിന് നമ്മൾ ചികിത്സിക്കുന്ന യാതൊരു ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഒരു ബ്രസ്റ്റിൽ ക്യാൻസർ വന്നവർക്ക് ഓപ്പോസിറ്റ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുകൊണ്ട് അവരെ നമ്മൾ ക്ലോസ് ഫോളോ അപ്പ് നോക്കി ഇടയ്ക്ക് മാമോഗ്രാം ചെയ്യും, ക്ലിനിക്കൽ എക്സാമിനേഷനൊക്കെ ചെയ്യും. എന്തെങ്കിലും വന്നാൽ നമ്മൾ അന്നേരം ചികിത്സിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ സാർ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മുഴ ഡിറ്റക്ട് ചെയ്തു, ബയോപ്സി എടുത്ത് FNAC ഒക്കെ എടുത്തപ്പോൾ ഓക്കെ കൺഫേം ചെയ്തു ഇത് ക്യാൻസർ ആണെന്ന്. ആ ബ്രസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യേണ്ടി വരുമോ? ഒരു സ്ത്രീകളുടെ ഒരു ആത്മവിശ്വാസമല്ലേ ബ്രസ്റ്റ്. അപ്പോൾ ഇപ്പോഴും ഇത്രത്തോളം ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വളർന്നിട്ടും ആ ഒരു പേടി എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. അതൊരു ഭയപ്പാട് മാത്രമാണ്. ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 99% ആൾക്കാർക്കും, അതായത് ഒത്തിരി ലോക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ചെരലിലൊഴിച്ച് അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്കൊഴിച്ച് ബാക്കി ആർക്കും ബ്രസ്റ്റ് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ആ മുഴ മാത്രമേ എടുക്കാറുള്ളൂ. മുഴയും ആംബിറ്റിലെ ഒരു ലിംഫിനോടും. ഇപ്പം നമ്മൾ ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം കൈയുടെ നീരാണ്. ഇപ്പം നമ്മൾ അത് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഈ ആംബിറ്റിലെ കഴലുകൾ നീക്കം ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം അതുപോലെ നമ്മൾ ചെയ്യാറില്ല. ഈ മുഴയെടുക്കും, ഒരു മരുന്ന് കുത്തിവെച്ച് നമ്മൾ ഈ ആംബിറ്റിലേക്കുള്ള ആദ്യത്തെ കഴല അല്ലെ ലിംഫിനോട് കണ്ടുപിടിക്കും. നമ്മളതിനെ സെൻറ്റിനൽ ലിംഫിനോട് ബയോപ്സി എന്ന് പറയും. അതെടുത്തിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ആംബിറ്റിലെ ഡിസെക്ഷന് വേണ്ടി പോവുള്ളൂ, അല്ലെ കഴലുകൾ നീക്കം ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രസ്റ്റ് റിമൂവൽ അല്ലെ ബ്രസ്റ്റ് പോകും എന്നുള്ളത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഈവൻ നമ്മൾ ഈ ആംബിറ്റിലെ ഓപ്പറേഷൻ പോലും ഇപ്പോൾ നമ്മൾ ചെയ്യാറില്ല. ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ശരിയാണ്, വന്നാൽ ഉടനെ എല്ലാവർക്കും ഉള്ള ചികിത്സയായിരുന്നു ബ്രസ്റ്റ് റിമൂവൽ. ഇപ്പോൾ അങ്ങനെയല്ല. അതാ ഞാൻ പറഞ്ഞ കാലം കഴിയും തോറും ചികിത്സകൾ മാറും, പുതിയ ചികിത്സകൾ വരും, പുതിയ സങ്കേതങ്ങൾ വരും. ഇനിയിപ്പോൾ ഒരു കാലത്ത് എന്തെങ്കിലും വരാമായിരിക്കും, നമ്മളൊരു ബയോപ്സി മാത്രം എടുത്താൽ മതിയായിരിക്കും, നമുക്ക് സർജറി പോലും വേണ്ടാത്ത ഒരു കാലം വന്നേക്കാം. ഒരു 25 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു ചികിത്സയിൽ വന്ന മാറ്റങ്ങൾ സാറിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി മരുന്നുകൾ, സർജിക്കൽ ടെക്നിക്കുകൾ, പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ്, പുതിയ സർജിക്കൽ ഒത്തിരി അഡ്വാൻസ്മെൻറ്റ്, അതുപോലെ തന്നെ പേഷ്യൻ്റ് കെയറിൽ അനസ്തീസിയ, ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കേൾക്കുന്ന പുരുഷന്മാർ വിചാരിക്കും സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് ബ്രസ്റ്റ് ക്യാൻസർ, ഞങ്ങൾക്ക് വരില്ല. അപ്പോൾ പുരുഷന്മാർക്കും ചാൻസ് ഉണ്ടോ സർ? ഉണ്ട്. നമ്മൾ ഈ ബ്രസ്റ്റ് എന്ന് പറയുന്ന ബ്രസ്റ്റ് ടിഷ്യൂ പുരുഷനിലും സ്ത്രീയിലും ഉണ്ട്. സ്ത്രീയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വിസിബിളാണ്, കാണാൻ പറ്റും. പുരുഷന്മാർക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ സ്ത്രീകൾക്ക് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 100 ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ കാണുകയാണെങ്കിൽ അതിൽ 3 എണ്ണം പുരുഷന്മാരിലായിരിക്കും. അപ്പം ഇൻസിഡൻസ് കുറവാണ്, പക്ഷേ പുരുഷന്മാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അതുകൊണ്ട് പുരുഷന്മാർക്ക് വരില്ല എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ സാർ, ഇനി അടുത്തൊരു സംഭവം, ഒരുപാട് ഹോസ്പിറ്റലിലാണെങ്കിലും യൂട്യൂബ് ഗുരു ആണല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു സ്ക്രീനിങ്ങിനൊക്കെ ആളുകൾക്ക് പഠനവും ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംശയാസ്പദമായ തരത്തിലൊരു മുഴ കണ്ടു. പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? എത്രത്തോളം ഇൻവെസ്റ്റിഗേഷൻസിനാണ് പ്രാധാന്യമുള്ളത്? നമ്മളൊരു മുഴ കണ്ടു, അല്ലെങ്കിൽ നമുക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ സസ്പീഷ്യസ് ആണ്. നമ്മൾ ആദ്യം നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെല്ലും. അപ്പം എസ്പെഷ്യലി സർജിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് ഡോക്ടർ രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് നമ്മുടെ ബ്രസ്റ്റിൽ സ്ഥാനത്തിൽ പരിശോധിക്കും, ആംബിറ്റിൽ പരിശോധിക്കും, ആക്സില പരിശോധിക്കും, അബ്ഡോമൻ പരിശോധിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മുടെ മാമോഗ്രാം എന്ന് പറയും. മാമോഗ്രാം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള മാമോഗ്രാം ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ ബ്രസ്റ്റിൻ്റെ എക്സ്റേ എടുക്കുക എന്ന് പറയും. എക്സ്റേ വെച്ചിട്ട് എടുത്താണ് എക്സ്റേ മാമോഗ്രാം. പിന്നെ അതിനോടൊപ്പം അൾട്രാസൗണ്ട് ഉപയോഗിച്ചും മാമോഗ്രാം ചെയ്യാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ MRI ഉപയോഗിച്ച് MR മാമോഗ്രാമും ചെയ്യാറുണ്ട്. അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെന്താണ് സംഭവം എന്ന്. അതിനെ തുടർന്ന് നമ്മൾ ആ ഭാഗത്തുനിന്ന് ഒരു ടിഷ്യൂവിൻ്റെ ഒരു പീസ് നമ്മൾ പുറത്തെടുക്കണം. അതിന് നമ്മൾ ബയോപ്സി എന്ന് പറയും. ആ നീഡിൽ ഉപയോഗിച്ച് കോർണീഡിൽ ആ ബയോപ്സി എടുത്തു കഴിഞ്ഞ് അത് പതോളൈസ് നോക്കിക്കഴിയുമ്പോഴാണ് നമ്മൾ ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് പഠനങ്ങൾ നടത്തും. ഈ സ്ത്രീ ഹോർമോണുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആണോ, അതിൻ്റെ എത്ര ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യും, നമ്മളതിന് പ്രോലിഫറേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ KA എന്ന് പറയും. പിന്നെ എന്തെങ്കിലും ചില പ്രത്യേകതരം ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾക്ക് പറ്റുന്ന HER2 ന്യൂ റിസപ്റ്റർ പോലെയുള്ള ഉണ്ടോ നോക്കും. പിന്നെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ വൺസ് ഇത് ഡയഗ്നോസ് ചെയ്തു, ഏത് ടൈപ്പാണെന്ന് അറിഞ്ഞു, പിന്നെ ഇത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്നറിയണം. നമ്മളിത് അറിയുമ്പോൾ അതിന് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സ്കാനുകളാണ്. പ്രധാനമായിട്ട് നമ്മൾ ശ്വാസകോശവും കരളുമാണ് സ്കാൻ ചെയ്ത് നോക്കുന്നത്, CT സ്കാൻ വഴി. അപ്പോൾ നമുക്ക് മനസ്സിലാകും അസുഖത്തിൻ്റെ സ്റ്റേജ്, അതായത് എന്തേലും വ്യാപ്തി ഉണ്ടെന്ന്. അത് വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. ആ സ്റ്റേജ് വെച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ബ്രസ്റ്റ് ക്യാൻസറിന് നമുക്ക് 4 ചികിത്സകളാണുള്ളത്: സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി. അപ്പോൾ ആ ചികിത്സകൾ ഏതൊക്കെയാണ് വേണം, ഏതാദ്യം കൊടുക്കണമെന്നുള്ളത് ഈ ഇപ്പോൾ കിട്ടിയ ബയോപ്സി റിപ്പോർട്ടും ഈ സ്റ്റേജും കൂടെ വെച്ചിട്ടാണ് നിശ്ചയിക്കുക. ആ സ്റ്റേജ് അനുസരിച്ച്
ഞാൻ ഈ പറഞ്ഞല്ലോ ചികിത്സകളുടെ കോമ്പിനേഷൻ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഏതാണ് ആദ്യം നിശ്ചയിക്കുന്നു, ചികിത്സയിലേക്ക് പോകും. തീർച്ചയായിട്ടും ഈ ഒരു പിങ്ക് ഒക്ടോബർ കൊണ്ട് പല മിഥ്യാധാരണകളെയും നമുക്ക് തിരുത്തി എഴുതേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളുടെ ഒരു ആത്മവിശ്വാസം വളർത്താനും, അല്ലെങ്കിൽ അവരുടെ ഒരു രോഗമാണ് അല്ലെങ്കിൽ ചെറിയൊരു സിംറ്റം കാണുമ്പോൾ തന്നെ അയ്യോ എൻ്റെ ജീവിതം തകർന്നുവെന്ന് തോന്നാതെ സധൈര്യം മുന്നോട്ട് പോവുക, പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് എത്തുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. സർ, ഒരുപാട് നന്ദിയുണ്ട്. മിഥ്യാധാരണകളെ ഉറപ്പായിട്ടും നമുക്ക് തിരുത്തി എറിയേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ശക്തമായ വാക്കുകൾ കൊണ്ടും വ്യക്തമായിട്ടുള്ള നിർവചനങ്ങൾ കൊണ്ടും ആരോഗ്യ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ.